വഴിയോരങ്ങളിൽ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ജനങ്ങൾ, കണ്ണീരൊപ്പി കണ്ണീരൊപ്പാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ, ശ്വാസം മുട്ടുന്ന ജനങ്ങൾ, എത്രയോ കാലമായി VS സഞ്ചരിച്ച നടവഴികൾ, മഹാരാജവീഥികൾ ഇതെല്ലാം കടന്ന് വാഹനവ്യൂഹം പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയോ മണിക്കൂറുകളായി ഈ ജനങ്ങൾ പാതയോരത്ത് കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി CPMൻ്റെ ഓഫീസിൽ നിന്ന് എസ് വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയായിരിക്കും VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ, ഒരിക്കൽ കൂടി കാണാൻ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് അവിടെയുള്ള സജ്ജീകരണങ്ങൾ? നമ്മൾ ആലപ്പുഴ CPMന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്താണ് നിൽക്കുന്നത്. ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ആളുകൾക്ക്, പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കുമൊക്കെ VSന്റെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് പോകാനുള്ള അനുമതിയുണ്ട്. അതിനുവേണ്ടിയുള്ള ക്യൂ ആണ്. ഈ ക്യൂ നമ്മൾ കാണുന്ന ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് തുടങ്ങുന്ന ഈ ക്യൂ പ്രധാനപ്പെട്ട ഈ റോഡിന്റെ കുറേ ഭാഗം നിറഞ്ഞ് അങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇതിന് പുറത്ത് ക്യൂവിലല്ലാതെ എത്രയോ നൂറുകണക്കിന് പ്രവർത്തകർ നഗരത്തിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 9 മണി എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴും ഈ വിലാപയാത്ര ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഉച്ചയാകും VS ഇവിടെ എത്താൻ എന്നാണ് അറിയുന്നത്. ആദ്യം വീട്ടിലേക്കാണ് എത്തുന്നത്, അതിനുശേഷമാണ് ഇവിടേക്ക് എത്തുക. ഇവിടെ നിന്നും പോലീസ് ഗ്രൗണ്ടിലേക്ക്, പരേഡ് ഗ്രൗണ്ടിൽ, പോലീസ് ഗ്രൗണ്ടിലേക്കാണ്, റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് പോകുന്ന ഒരു വിലാപയാത്രയിൽ തന്നെയായിരിക്കും ആ യാത്രയും. ചുരുക്കത്തിൽ ആലപ്പുഴ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും ജനത്തിരക്ക് രാവിലെ തന്നെ നഗരത്തിലുണ്ട്. അതിന്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കാണുന്നത്. ഈ ക്യൂ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അത് എത്രയോ ദൂരം, എനിക്ക് ദൃശ്യങ്ങളിൽ നമുക്കറിയാം, ഈ പ്രവർത്തകരൊക്കെ പല സ്ഥലങ്ങളിൽ, കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഈ സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള പ്രവർത്തകർ വരേണ്ടത് ആലപ്പുഴയിലേക്കാണ്. അവിടെ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിലാണ് അവർ പങ്കെടുക്കേണ്ടത്. ബാക്കി എല്ലായിടത്തും അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? കണ്ണൂരിൽ നിന്ന്. എപ്പോ എത്തിയേ? ഞങ്ങള് ഇന്ന് വെളുപ്പിനെത്തി. ഇവിടെ പാർട്ടി പ്രവർത്തകർക്ക് പൊതുദർശനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? പറഞ്ഞോ? കൃത്യമായിട്ട് ലൈൻ നിന്നാൽ എല്ലാവർക്കും കാണാം. ആളുകൾ, കൂടുതൽ ആളുകളോട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താനായിരുന്നു പറഞ്ഞിരുന്നത്. അതെ, അവിടെ ആള് കൂടുതലായോണ്ടാണ് ഇങ്ങോട്ടേക്ക് ലൈൻ നിന്നിട്ടുള്ളത്. അപ്പൊ വളരെ വൈകുന്നുണ്ട് യാത്ര എത്താൻ, അല്ലേ? എന്തായാലും എത്ര വൈകിയാണെങ്കിലും നിങ്ങൾ കണ്ണൂരിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഈ വാഹനമൊക്കെ പാർക്ക് ചെയ്തൊക്കെ ടൗണിലേക്കൊക്കെ ഞാൻ രാവിലെ വരുമ്പോൾ ഈ ഇരുവശത്തും വാഹനങ്ങൾ കിടക്കുകയായിരുന്നു പല സ്ഥലങ്ങളിൽ. ഇപ്പം എനിക്കൊന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തും. വാഹനങ്ങൾ വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നതാണ്. ഇപ്പൊ 3 കിലോമീറ്ററോളം നടന്നിട്ട് ഞങ്ങൾ വന്നത്. വാഹനങ്ങൾ 3 കിലോമീറ്റർ അപ്പുറം പാർക്ക് ചെയ്ത് എന്നിട്ട് നടന്നിട്ടു. നിങ്ങളൊക്കെ സ്ഥിരമായി VSന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ 2009 വന്നതാണ് VS. 2009 കണ്ണൂരിലല്ലേ? പേരായി. അതാണ് എസ്കൻ. ഇതാ ഈ ഇങ്ങനെ കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വടക്കൻ കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ VSന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുകയും അത്തരം രാഷ്ട്രീയ പരിപാടികളിലും പൊതുപരിപാടികളിലും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടി പ്രവർത്തകരും പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഒക്കെ തന്നെയാണ് ഇവർ. ഇതൊന്നും അല്ലെങ്കിലും VSനെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആയിരങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ അവരൊക്കെ അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ആലപ്പുഴയിലേക്കാണ് എത്തുന്നത്. ഈ വിലാപയാത്ര കടന്നു വരുന്ന വഴികളിൽ കാണുന്നതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് തിരക്കായിരിക്കും ആലപ്പുഴ നഗരത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ ആ ക്യൂ ഇതായത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെയും ഒക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ക്യൂവിൽ ഇനിയും ക്യൂവിന്റെ ഏറ്റവും പിന്നിലൊക്കെ ഇടം പിടിക്കാൻ ആളുകൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഈ റോഡിന്റെ ഒരു ഭാഗം നിറഞ്ഞു നിൽക്കുന്ന ഈ ജനക്കൂട്ടം, എനിക്ക് തോന്നുന്നില്ല അധിക സമയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകുമെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്കാണ് എത്തുന്നത്, ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് എത്തുന്നത്. CPMന്റെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അല്പസമയത്തിനകം എത്തുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ, പാർട്ടി നേതാക്കൾ അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നത് ഒരുപക്ഷെ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും. VSനെ സംബന്ധിച്ച് അദ്ദേഹവുമായി ഏറെ വൈകാരികമായ ബന്ധമുള്ള ഒരു പാർട്ടി ഓഫീസാണ് ആലപ്പുഴയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. പാർട്ടിയുടെ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന തുടക്കം മുതൽ ആലപ്പുഴ ഒരു പ്രധാനപ്പെട്ട തട്ടകമായിരുന്നു. അതുകൊണ്ട് VSനെ സംബന്ധിച്ച് വലിയ ഓർമ്മകൾ, വലിയ ബന്ധങ്ങളുള്ള ഒരു ജില്ലയും ഒരു പാർട്ടി ഓഫീസുമാണ് ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. പാർട്ടി പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റ്
പ്രത്യയശാസ്ത്രം എന്ന് വിശ്വസിക്കുന്നവരൊക്കെ അവരുടെ സഖാക്കളുടെ സഖാവ് എന്ന് വിളിക്കുന്ന പി കൃഷ്ണപിള്ള, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആലപ്പുഴ എന്ന് പറയുമ്പോൾ അത് VSന്റെയും എക്കാലത്തെയും ഒരു രാഷ്ട്രീയ ഭൂമിക തന്നെയായിരുന്നു. അവിടേക്കാണ് VS ഇതാ ഒരിക്കൽ കൂടി എത്തുന്നത്. ഇനി അവിടേക്ക് എന്താണ് ഒരു തിരിച്ചുവരവില്ലാത്ത യാത്ര എന്ന് നമ്മൾ ഇന്നലെ മുതൽ ഇങ്ങനെ പറയുകയാണ്. ദർബാർ ഹാളിൽ, സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര അത് കേരളത്തിന്റെ ഈ പറയുന്ന തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും 3 ജില്ലകളിലൂടെ കടന്നു വരുന്നുള്ളൂ. പക്ഷേ തിരുവനന്തപുരവും കൊല്ലവും കടക്കാൻ തന്നെ എത്രയോ മണിക്കൂറുകൾ എടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. രാത്രി 11 മണിയോടുകൂടി ഇവിടെ എത്തും എന്നൊക്കെ കറഞ്ഞു. പക്ഷെങ്കിൽ അത് ഇതാ പിറ്റേന്നാവുന്നു. പിറ്റേന്ന് 11 മണിക്ക് പോലും അവിടെ എത്തും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഇതാ ഇവിടെ എത്തുന്ന പ്രവർത്തകർക്കൊക്കെ ബാഡ്ജൊക്കെ നൽകുന്നുണ്ട്. VSനെ ഓർക്കാനുള്ള സഖാവ് VSന് അഭിവാദ്യങ്ങൾ എന്ന ബാഡ്ജൊക്കെ നൽകുന്നുണ്ട്. ഇവിടെ റെഡ് വോളണ്ടിയേഴ്സ് ഈ ഓഫീസിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തും. എന്നാൽ കൂടുതൽ ആളുകളും പാർട്ടി പ്രവർത്തകർ കൂടുതൽ ആളുകളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തണം എന്നാണ് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് കൂടുതൽ സമയം പൊതുദർശനത്തിന് സൗകര്യമുണ്ടാവുക.